നിയമസഭയിൽ മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി സർക്കാർ. ADGP, RSS കൂടിക്കാഴ്ച, പൂരം കലക്കൽ, കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം എന്നിവ ഉൾപ്പെടെ പ്രതിപക്ഷം നൽകിയ നക്ഷത്ര ചിഹ്നമിട്ട 49 ചോദ്യങ്ങളാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് മാറ്റിയത്. വിശദാംശങ്ങളുമായി അമൽ തേനമ്പറമ്പിലുണ്ട്. അമൽ, വിവാദ വിഷയങ്ങൾ മേൽ കത്രിക വയ്ക്കുകയാണോ? വിവരങ്ങൾ. പ്രജീഷ, നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് വലിയൊരു വിവാദം ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ചും നിയമസഭാ സമ്മേളനത്തിൽ വിവാദ വിഷയങ്ങൾ ഒരുപാട് വരാനിരിക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ നിലവിൽ സജീവ ചർച്ചയായി നിൽക്കുന്ന പല വിഷയങ്ങളും, ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സഭയിൽ നൽകിയിരിക്കുന്ന പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട MLA-മാർ നൽകിയിരിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അത് നക്ഷത്രത്തിന് വിട്ട ചോദ്യങ്ങളായിരുന്നു. അതായത് സഭയിൽ നേരിട്ട് മറുപടി പറയേണ്ട ചോദ്യങ്ങൾ. പക്ഷേ ആ ചോദ്യങ്ങൾ സഭ ഇപ്പോഴത്തെ പുതിയ ലിസ്റ്റ് അനുസരിച്ചാണ് എങ്കിൽ അതെല്ലാം നക്ഷത്രചിഹ്നം ഇടാത്ത ചോദ്യങ്ങളായി, അതായത് രേഖാമൂലം മറുപടി നൽകിയാൽ മതിയാകും. ആ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു, ലഭ്യമല്ല തുടങ്ങിയ മറുപടികളെല്ലാം പറഞ്ഞ് ഒഴിവാകാൻ പരുവത്തിനുള്ള തരത്തിലേക്ക് അതിനെ മാറ്റിയിരിക്കുന്നു. അതായത് പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും സഭയിൽ ചർച്ചയാകാതിരിക്കാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോഴേ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സഭയുടെ ചട്ടം 36 പ്രകാരമാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിലെ ഏതെല്ലാം ചോദ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാകും. അതായത് പോലീസിലെ വർഗീയ ശക്തികളുടെ ഇടപെടൽ എന്നുള്ള വിഷയം നക്ഷത്രചിഹ്നം ഇട്ട ചോദ്യമായി നൽകിയിരുന്നതാണ്. അത് ഒഴിവാക്കി. ADGP, RSS കൂടിക്കാഴ്ച എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ട്, അതൊഴിവാക്കി. അതോടൊപ്പം തൃശ്ശൂർ പൂരം തടസ്സപ്പെട്ട സംഭവമുണ്ട്. അതിൽ PC വിശ്വനാഥും റോജി എം ജോണും TC ഒക്കെയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ADGP-ക്കെതിരായ ആരോപണം സംബന്ധിച്ച വിഷയത്തിൽ AP അനിൽകുമാർ അടക്കമുള്ളവർ ആവശ്യത്തിൽ നോട്ടീസ് നൽകിയിരുന്നു. അതും ഈ അൺസ്റ്റാർഡ് ആക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായ ഏറ്റവും സജീവമായി നിൽക്കുന്ന വലിയ വിവാദമായിട്ടുള്ള ആരോപണങ്ങളും ചർച്ചകളുമുണ്ട്. ഇത് സംബന്ധിച്ച് അൻവർ സാദത്തും നയപരമായ കാര്യങ്ങളിൽ ഈ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾക്ക് മേൽ ഇങ്ങനെ കത്രിക വെക്കുമ്പോൾ അവിടെ അടിയന്തര പ്രമേയം എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അത് ഒരുപാട് വിഷയങ്ങൾ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാവുന്ന ഒരു സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ എന്തായിരിക്കാം പ്രതിപക്ഷത്തിന്റെ സഭയിൽ ഇനിയുള്ള നീക്കങ്ങൾ? പ്രതീക്ഷ, സഭാ സമ്മേളനം മറ്റന്നാൾ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അന്ന് അനുശോചനം രേഖപ്പെടുത്തി പിരിയും. പിന്നീട് ഉള്ള ഏകദേശം ഒരു 9 ദിവസം മാത്രമാണ് സഭ സജീവമായി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, സമീപകാലത്തൊന്നും കേരള നിയമസഭ കാണാത്ത തരത്തിലുള്ള ചർച്ചകൾക്കും സംവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമെല്ലാം ഈ വളരെ ചെറിയ കാലയളവ് സാക്ഷ്യം വഹിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരുപാട് ഉയർന്നു വരാനുണ്ട്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പോലും വ്യക്തത വരുത്താത്ത പല വിഷയങ്ങളുമുണ്ട്. ആ വിഷയങ്ങളിലെല്ലാം പക്ഷേ സഭയിൽ വ്യക്തത വരുത്തേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്ന ഗുരുതരമായ ആരോപണം, ADGP-ക്കെതിരായ ആരോപണം, P. ശശിക്കെതിരായ ആരോപണം, PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ, ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയായി വരും. ഇതെല്ലാം അടിയന്തര പ്രമേയം എന്നൊരു ഓപ്ഷൻ ആകാനാണ് സാധ്യത. പക്ഷേ ഇതിൽ പല വിഷയങ്ങൾക്കും സർക്കാർ ചർച്ചയ്ക്ക് നിന്നുകൊടുക്കാനുള്ള യാതൊരു വിധ സാധ്യതയും കാണുന്നില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് എത്തുമ്പോൾ അത് അംഗീകരിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാധ്യത നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാനാവില്ല. അതിൻ്റെ ഒരു തുടക്കം എന്നോണമാണ് പ്രതിപക്ഷത്തിന്റെ നാവടപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ വായടപ്പിക്കുന്ന തരത്തിലുള്ള ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഇടപെടലുണ്ടായിരിക്കുന്നത്. ഈ വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നും തന്നെ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ എന്നുള്ള നിലയിൽ സഭയിൽ മറുപടി പറയേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം. പിന്നീട് അടിയന്തര പ്രമേയം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നതും പിന്നീടുള്ള പ്രതിഷേധങ്ങളും എല്ലാം നമ്മൾ ഈ വളരെ കുറഞ്ഞ സഭാ സമ്മേളന കാലയളവിനുള്ളിൽ കാണേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രതീക്ഷ. ശരി, അമലാണ് വിവരങ്ങൾ നൽകിയത്.